ഹേ ഗായ്സ്, ബാക്ക് അഗെയിൻ ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. വാഴയിൽ ചിരിക്കാനുണ്ടോ? വാഴയിൽ നല്ലോണം ചിരിക്കാനുണ്ട്. ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു, വേറെ ഒന്നുമില്ലെങ്കിലും നമുക്കിതിൽ ത്രൂ ഔട്ട് ചിരിക്കാനുള്ള നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പറഞ്ഞതുപോലെ തന്നെയാണ്, സിനിമ മൊത്തം കോമഡിയാണ്. തുടങ്ങുന്നത് മുതൽ കോമഡിയുടെ അഭിഷേകമാണ്. എല്ലാവരും നമ്മൾ യൂട്യൂബിലും ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഈ താരങ്ങള് പൊളിച്ചടിക്കിയ സിനിമയാണ് വാഴ. എന്താണ് വാഴ, എന്തുകൊണ്ടാണ് ഈ സിനിമക്ക് വാഴ എന്നുള്ള പേരിട്ടെന്നുള്ളതൊക്കെ ആ സിനിമ പോകുന്ന സമയത്ത് മനസ്സിലാവും. ക്ലൈമാക്സിലൊക്കെ അത് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുന്നു, പക്ഷെ ഉഴപ്പന്മാരായിട്ടുള്ള സപ്ലി അടിച്ച് നടക്കുന്ന, അലസി നടക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു എന്താ പറയാ, ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പ്രസന്റേഷൻ ആയിട്ട് വേണം നമുക്കിതിനെ കാണാം. ആ രീതിക്കാണ് ഈ സിനിമയിലൂടെ, വാഴ എന്ന പേരിലൂടെ ഈ സിനിമ നമ്മളിലേക്ക് എത്തുന്നത്. ആക്ടിങ് പറഞ്ഞ പോലെ എല്ലാം, ജോമോൻ ജോർജ് ആയിക്കോട്ടെ, ഹാഷിർ ആയിക്കോട്ടെ, ഞാൻ ഇരുന്ന തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ. ആ തിയേറ്ററിൽ ജോമോൻ ജോർജ് വരുമ്പോ കയ്യടി, നമ്മുടെ സിജു സണ്ണി വരുമ്പോ കയ്യടി, അഖിൽ വരുമ്പോ കയ്യടി, ആൻഡ് ഹാഷിറും ടീമും വരുന്ന സമയത്ത് എന്റെ പൊന്നോ, തിയേറ്ററിൽ ഓളായിരുന്നു. അത്രത്തോളം ഫാൻ ബേസ് ആണ് ഹാഷിറിനുള്ളത് ആ തിയേറ്റർ അന്തരീക്ഷം മനസ്സിലാവും. തന്റെ അമ്മയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ചോദിക്കണം, എടാ ഇതാരാണ് ആള്, ഇവന് ഭയങ്കര കൈഡിയാണല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ യൂട്യൂബിൽ പാചകവും മറ്റൊന്നും കണ്ടാൽ പോരാ, ഈ ചങ്ങായി ട്രെൻഡിങ് മനുഷ്യൻ, ഒരു 1 ഇയറിനകത്ത് കേരളത്തിൽ ട്രെൻഡിങ് ഉണ്ടാക്കിയ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. സോ സിനിമ ടോട്ടലി അടിപൊളി സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ചിരിയുടെ മാലപ്പടക്കാണ്. എല്ലാവരും ഇവരുടെ കച്ചന്മാരായിട്ട് വരുന്ന നമ്മുടെ മെയിൻ ലീഡ് ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവരായിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് ടോപ്പ് പെർഫോമൻസ് ആണ്. ഫുൾ ഓഫ് കോമഡിയാണ്. സെക്കൻഡ് ഹാഫും ഈ പറഞ്ഞ പോലെ കോമഡി ഉണ്ട്, പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. നമ്മൾ സാധാരണ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു യൂഷ്വൽ നോർമൽ സ്റ്റോറി തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. പക്ഷെ അതിനെ ആ ഒരു രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. കാരണം പിന്നെ അങ്ങോട്ട് കോമഡീസ് വരുന്നുണ്ട്. മൊത്തം ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും കോമഡിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നല്ല സിനിമയാണ്. മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, DOP ആയിക്കോട്ടെ, എല്ലാം നല്ല രസമാണ്. കാരണം നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സ് മൂവി സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. സോ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാണ്ട്, ഭയങ്കര സംഭവക്കാരിക്കുന്നൊക്കെ പ്രതീക്ഷിക്കാണ്ട്, ഞാൻ ട്രെയിലർ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് പോവുക. അത്യാവശ്യം ഒരു 2 മണിക്കൂർ നന്നായിട്ട് ചിരിക്കണം എന്നുള്ള ചിന്തയിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറഞ്ഞ മനസ്സോടെ, അത് ഇമോഷണലി ആയിക്കോട്ടെ, ഇനി ഫണ്ണായിട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ശരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിക്കാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഫുൾ കോമഡിയാണ്. ഇമോഷൻസും ഉണ്ട്. കാരണം ക്ലൈമാക്സ് ഒക്കെ സമയത്ത് ഭയങ്കര സെന്റിമെന്റ് സീൻസ് ആണ് വരുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. ഒരു ഹാപ്പി ഇമോഷൻസ് ആണത്, മനസ്സിലായില്ലേ? ചില സീനുകളൊക്കെ കുറച്ചൊരു ഒരു നാടകീയത പോലെ തോന്നിയിരുന്നെങ്കിലും ഈ ഇമോഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, പക്ഷെ അത് ബാധിക്കുന്നില്ല. ഓൾ ഓവർ ടോട്ടൽ സിനിമ കിഡു സാധനമാണ്. ആനന്ദ് മേനോന്റെ ബെസ്റ്റ് മേക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം. ആൻഡ് ദ അനദർ തിങ് ഈസ്, വാഴ 2 വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വാഴയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതായത് അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. എന്താണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹിന്ദി ഇതിന്റെ ക്ലൈമാക്സിൽ തരുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ജസ്റ്റ് കമന്റ് ഡ്രോപ്പ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ വാഴയുടെ വിശേഷങ്ങൾ. അടുത്ത സിനിമ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.